അഭിനയം തോന്നുന്നു. അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രേസിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ലൈറ്റ് അങ്ങനെ പിടിച്ചു. ആ ബാക്കിൽ നിൽക്കുന്നത് കാണിച്ചേ. റെഡി 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 റെഡി. പ്രേമാണോ? ആ പ്രേമ. ആ ലൈറ്റ് കിടന്നോട്ടാ. മുത്തശ്ശിയുടെ ആഗ്രഹങ്ങൾ വലുതാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മുതുമുത്തശ്ശിയായി. എന്നാലും കാണിക്കുന്ന വേലകളൊന്നും ആരെക്കൊണ്ടും കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും വേലകളാണ് ഈ മുതുമുത്തശ്ശി കാണിക്കുന്നത്. എവളെ വിചാരം എവക്ക് ഒട്ടും പ്രായമായിട്ടില്ല, എവള് കുഞ്ഞാണ് എന്നുള്ളൊരു രീതിക്കാണ് എവളെ നടത്തയും പ്രവൃത്തി എല്ലാം. വർഷങ്ങൾ കൊണ്ട് എവള് പറയുന്നതാണ് 34 വയസ്സ് 34 വയസ്സ്. ആരാണെന്നല്ലേ? രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ വർഷങ്ങൾ കൊണ്ട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, എനിക്ക് 34 വയസ്സ് 34 വയസ്സ്. ഈ 34 വയസ്സിന് ഒരവസാനവും ഇല്ല. ബിഗ് ബോസിൽ പോണേന് എത്രയോ മുമ്പ് പറയുന്നു 34 വയസ്സ്. സ്തുതിയായിട്ട് കഴിയുമ്പോഴേ പറയുന്നു 34 വയസ്സ്. ഈ 34 വയസ്സ് എന്തുകൊണ്ട് മുൻപോട്ട് പോകുന്നില്ല? സാധാരണ ഒരേ വർഷം കഴിയും തോറും ഒരേ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കായാലും അങ്ങനെ തന്നെ. എവക്ക് മാത്രം വയസ്സ് മുന്നോട്ട് പോണില്ല. അതെന്ത്? എവക്ക് വർഷം മുന്നോട്ട് പോണില്ലേ? എവള് പറയണത് ശ്രുതി മരിച്ച ഡേറ്റ് പോലും എവക്ക് അറിയാൻ വയ്യ. എവളിരുന്ന് കണക്ക് കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് എവളെ 34 വയസ്സ് മുന്നോട്ട് പോകുന്നില്ല. എവളിപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എവക്ക് പ്രായം ചെന്നവരെ വേണ്ട, ഇവക്ക് ഇനിയിപ്പോൾ ഇവക്ക് കല്യാണം കഴിക്കണമെന്നാണ് പറയണത്. ഇവളിപ്പോൾ നമ്മൾ ഈ ഒരു രംഗം കണ്ടല്ലോ, ആ രംഗത്തിൽ കാണിച്ച അങ്ങനെയുള്ള ആളുകളെയൊന്നും വേണ്ട. മക്കളും കുട്ടികളും ഉള്ളവന്മാരെ പോലും ഇവളെ വരുതിയിലോട്ടാക്കി വെച്ചു. എന്നിട്ട് അവരെയൊക്കെ അങ്ങ് കളഞ്ഞ് അവരെല്ലാവരും പേടിച്ച് ഭയം കൊണ്ട് ഓടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത്, മീഡിയയുടെ മുന്നിൽ വന്ന് ഇവളിപ്പോൾ പറയുന്നത് ഇവക്ക് പ്രായം ചെന്നവരെ വേണ്ട, അത്രയും പ്രായത്തിലുള്ളവരെ വേണ്ട, ഇനി ആവശ്യം 20 വയസ്സ് 20 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ മതിയെന്ന്. 20 വയസ്സ് മാത്രം പ്രായമുള്ളവരെ മതി, എനിക്കല്ലാത്തവരെ വേണ്ട. ഇതിൻ്റെ അർത്ഥം ഇവക്ക് കഴപ്പ് മൂത്തു എന്നല്ലേ? അപ്പം നമുക്കതൊന്ന് കാണാൻ ഇവള് പറയണത്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ പ്രായം ഒരു പ്രശ്നമല്ലെന്നല്ലേ? അല്ലല്ല, പ്രശ്നമല്ല. അപ്പോൾ 22 വയസ്സ് പ്രായം ഒരു പ്രശ്നമല്ല. അത് മീഡിയക്കാർ ചോദിക്കണതാണ്. ഇനി എവള് ചോദിപ്പിക്കണതാണോ? യവന്മാർ എവളെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമെന്നറിയാൻ ചോദിക്കണതാണോ? അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും. ഇവക്ക് റീച്ചും വേണം. അതിനാണ് ഇവൾ ഇങ്ങനെയുള്ള വാക്കുകൾ വെളിയിലോട്ട് ഇടണത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ആളുകളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമെന്നുള്ളത് ഇവക്ക് ഉറപ്പാണ്. വൈറലാവണം, അത്രയേ ഉള്ളൂ. ഇത്രയും വൈറലായതൊന്നും പോരാ. ഇവൾ എന്തെല്ലാം കോപ്രായം കാണിച്ചാണ് ഇതുവരെയൊക്കെ ഇവൾ എത്തിപ്പെട്ടത്. ഇനിയും അവൾക്ക് കുറച്ചുകൂടെ പോകണമെങ്കിൽ ഇവക്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ വെളിയിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടും കല്യാണം കഴിക്കും. 22 അല്ല 20 വയസ്സാണല്ലോ. 20 വയസ്സുള്ള പയ്യനെ കിട്ടിയാൽ കല്യാണം കഴിക്കൂ. എനിക്കും ആ പയ്യനും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കും. ഇതൊക്കെയാണ് ഇവള് 20 വയസ്സായ പയ്യന്മാരെന്നെ ഇവള് നോട്ടായിട്ടിരിക്കണത്. ഇവള് സബ്സ്ക്രിപ്ഷനിലും ഇവള് പറയുന്നുണ്ട്, മോനെ കുട്ട മണിക്കുട്ട എന്നൊക്കെ ഇവള് വിളിക്കുന്നുണ്ട്. ഇവള് അതിലും പറഞ്ഞു, പ്രായം കുറഞ്ഞ കുട്ടികളാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കാണാൻ വന്നിരിക്കുന്നത്. കുട്ടാ കുട്ടാ എന്ന് ഇവൾ അങ്ങോട്ട് വിളിക്കുന്നു, കുട്ടത്തി മോളു എന്ന് അവരിങ്ങോട്ട് വിളിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ നാളെ എപ്പോഴും വരും സബ്സ്ക്രിപ്ഷനിൽ, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെല്ലാം മുന്നോട്ട് വരുന്നുണ്ട്. മുതുമുത്തശ്ശിയായ ഈ സ്ത്രീക്ക് എന്താണ് കഴപ്പ്? ഇത് മൂത്ത കഴപ്പാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ മടക്കി വലിച്ചൊടിച്ച് ഇതിനെ ഒരു ഭാഗത്തൊരു മൂലയിൽ ഇരുത്തിയില്ല എങ്കിൽ ഇത് ഒരുപാട് നാശമാണ്. അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ സാധനത്തിന് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് കളയാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നാശം നാറ്റ കേസ്. എനിക്കിഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചു. 22 അല്ല 20 വയസ്സാണെങ്കിലും അവൻ ഇഷ്ടമാണെങ്കിൽ, അവനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മുത്തശ്ശിയെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
എനിക്ക് സമ്മതമാണ്, 100% എനിക്ക് സമ്മതമാണെന്നാണ് ഈ മുതുമുത്തശ്ശിയായ തൈക്കിളവി പറയുന്നത്. എവളെയൊക്കെ ഇങ്ങനെയുള്ളവളെയൊക്കെ പിന്താങ്ങിയായിട്ട് മൂട് താങ്ങിയായിട്ട് നിൽക്കണം, നീയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അത്രയ്ക്ക് അപരാധമാണ് ഇവൾ വിളിച്ച് പറയണത്. ഇവളെ മോൻ്റെ പ്രായമാവാനുള്ള ഒരു കുട്ടിയാണ് 20 വയസ്സെന്നൊക്കെ പറയുമ്പോൾ, ആ കുട്ടി അങ്ങനെയുള്ള കുട്ടികളെ ഇവക്ക് വേണമെന്ന് പറയുമ്പോൾ അമ്മമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ മുതുമുത്തശ്ശിയെ ഒന്ന് ഒതുക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ കോലങ്ങളൊക്കെ അങ്ങോട്ട് മുഖത്ത് കാണിച്ചു വെച്ച് പല്ലില്ല, പല്ലൊക്കെ കൊഴിഞ്ഞു പോയി, എന്നാലും പല്ലെന്നും പറഞ്ഞ് എന്തൊക്കെയോ എടുത്ത് വലിച്ചു കയറ്റി. അതിന് 4-5 ലക്ഷം രൂപ, മുഖത്ത് അവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ച് അതും 10 ലക്ഷം രൂപ. ബോഡി ഏതൊക്കെ പാർട്സുകളുണ്ടോ അവിടെ മൊത്തവും സബ്സ്ക്രിപ്ഷനിൽ ഇരുന്നു കൊണ്ട് ഇവൾ പണം ഉണ്ടാക്കി അവിടെ എവിടെയും കുറേ ഒട്ടിച്ച് വെച്ചാണ് ഇവൾ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇവൾ വീണ്ടും വന്നിരുന്നും കൊണ്ട് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നും കൊണ്ട് ഇവൾ ഓരോന്ന് പറയണം. അവർക്കൊക്കെ റീച്ചാണല്ലോ പ്രധാനം, അതുകൊണ്ട് അവർക്കൊക്കെ കണ്ടന്റായി. അതുപോലെ എല്ലാവർക്കും കണ്ടന്റാണ്. അതല്ല 21 ഇപ്പൊ ഏജ്. അല്ല കല്യാണം കഴിക്കണം. 21 എനിക്ക് 34, ചെറുക്കന് 21 ഞങ്ങൾ രണ്ടും എനിക്കിഷ്ടമാണ് അവനിഷ്ടമാണ് കല്യാണം കഴിച്ചത്. കിളവി, നീ നിനക്ക് 20 അല്ലെങ്കിൽ 21 വയസ്സായ ഒരു മകനുണ്ടാ. നീ അന്ന് പറയുമല്ലോ നിൻ്റെ സുതിയെ നീ വളച്ചെടുത്തു വീണയിൽ നിന്ന് നീ വളച്ച് മെസ്സേജ് ഇട്ട് വീഡിയോ കോളും വിളിച്ച് നീ വളച്ചെടുത്ത സമയത്ത് ആ കിച്ചുവിന് അന്ന് എത്ര വയസ്സുണ്ട്? 5-6 വയസ്സുണ്ട് എന്ന് നീ തന്നെയാണ് പറഞ്ഞത്. ഓരോ ഇൻ്റർവ്യൂകളിൽ നീ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചുവിന് അന്ന് 6 വയസ്സെന്ന് പറയുന്നു. ഇപ്പം ആ മോന് 20-21 വയസ്സുണ്ട്. നിൻ്റെ മനസ്സിൽ എന്തായിരിക്കും നിനക്ക് ആ കുട്ടിയോട് തോന്നിയത്? ഇപ്പം നിൻ്റെ ചിന്താഗതി ഇങ്ങനെയാണെങ്കിൽ ഒരു സ്വന്തം മകൻ, നിന്നെ കുറേ നാൾ തീറ്റിപ്പോറ്റിയ അവനുണ്ടായ മകനല്ലേ ആ കുട്ടി, നിന്നെ അമ്മേന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടന്ന മകൻ, ആ മകന് എന്തായിരിക്കും ആ വീട്ടിൽ ഉണ്ടായ അനുഭവം? അത് നമുക്ക് ഊഹിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഈ മുതുമുത്തശ്ശി പറഞ്ഞ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അവൻ ആ വീട്ടിൽ നിൽക്കാൻ തന്നെ മടിച്ചത്. അതുകൊണ്ടായിരിക്കും അവൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് നാട് വിട്ടത്. അല്ലാതെ അവനിൽ നിന്നും ഒരു അപാകത വന്നിട്ടില്ല. ഈ സ്ത്രീ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് ആ കുട്ടിയോട്. ഇപ്പം പറയുന്ന കേട്ടില്ലേ, 20 വയസ്സായതായിരുന്നാലും എനിക്ക് മതി, എനിക്ക് അത്രയ്ക്ക് മൂട്ടി നിൽക്കണമെന്ന്. ഒന്ന് സ്ത്രീയെ നിന്റെ തൊലിക്കട്ടി സമ്മതിച്ചെന്നു. സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമില്ല, ഹാപ്പിയല്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ? നീ ഹാപ്പിയാണ്, നീ ഭയങ്കര ഹാപ്പിയാണ്. സബ്സ്ക്രിപ്ഷൻ എനിക്ക് 3500 കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇത് ജീവിതകാലം മുഴുവനും നിലനിൽക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇതിങ്ങനെ ഇതിനകത്ത് കാണിക്കുന്ന നീ സബ്സ്ക്രിപ്ഷൻ ലൈവ് ആവട്ടെ, അതായത് നീ അല്ലാതെ ഉള്ള കോലങ്ങളൊക്കെ കാണിക്കണത് എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ നിനക്കിത് അവസാനമായി വടിയിടിച്ച് നടക്കുന്ന സമയത്തും നിനക്കിത് കണ്ട് ഇരിക്കാം. ഇപ്പൊ സന്തോഷമല്ലേ? എന്നെ കുറ്റം പറഞ്ഞൊക്കെ പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയല്ലോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. നിന്നെ കുറ്റം പറഞ്ഞൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നിന്നെപ്പോലെ ഉള്ളവരായിരിക്കും അതങ്ങനെ തുടങ്ങുന്നത്. മാന്യമായ രീതിക്ക് സബ്സ്ക്രിപ്ഷനിൽ ഇപ്പം വല്ല വീഡിയോയോ അങ്ങനെയൊക്കെ ഇട്ടത് കൊണ്ടൊന്നും സംഭവിക്കാമല്ലോ. അല്ലെങ്കിൽ ലൈവ് നടത്തണം, നിങ്ങൾ മാന്യമായ രീതിക്ക് വന്നിരുന്ന് ചെയ്തോ. പക്ഷെ നീ കാണിക്കണത് അങ്ങനെ അല്ലല്ലോ. നീ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? വേറുള്ള രീതിയല്ലേ നീ കാണിച്ചു കൊടുക്കുന്നത്. നല്ല കാര്യല്ലേ? ലീക്ക് എന്തായാലും ലീക്കാക്കും. അതും കൂടി എനിക്ക് ഇപ്പൊ പറയുന്നത് നല്ല കാര്യല്ലേ എന്ന്. 2 ദിവസം മുമ്പ് വന്നിരുന്നോണ്ട് പറയണു അവന്മാരെ കണ്ട് ആസ്വദിച്ചിട്ട് തുണി വലിച്ചു പറിക്കണതൊക്കെ എടുത്ത് വെളിയിലിട്ടെന്ന്. നാണം ഉണ്ടോടാ? നിനക്കൊക്കെ നാണം ഉണ്ടോടാ എന്നല്ലേ നീ ചോദിച്ചത്. ഇപ്പൊ പറയണ നല്ലതല്ലേ എന്നു. പറയൂ സേച്ചി. പക്ഷെ കൂടിക്കൊണ്ടിരിക്കുവല്ലേ? അങ്ങനെ തോന്നുന്നു നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാ. എന്തായാലും
നിങ്ങൾ എന്ത് ചെയ്താലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറയാം. ആ വന്ന് സ്ക്രീൻഷോട്ട് എടുത്തവരായിരുന്നാലും നിനക്ക് പണം തന്നിട്ടാണ് അവർ കയറി കണ്ടത്, അതുകൊണ്ട് അവരെടുത്ത് വെളിയിൽ വിട്ടു. അതിനിപ്പോ എന്താ, അവര് നിനക്ക് പണം തന്നിട്ടല്ലേ അവർ കയറിയിരുന്നത്. നിനക്ക് പണമല്ലേ മുഖ്യം, നിനക്ക് പണം വേണമല്ലോ, പിന്നെ നീ അവിടെ മിണ്ടാതിരി. സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എൻ്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ ഇതുണ്ടായി. ഇത് തോനനാൾ നിലനിൽക്കൂല. നീ തീർന്നു. നീ തോനനാള് നീ നിലനിൽക്കൂല. ഈ ഒരു ഇങ്ങനെ നീ കാണിച്ച് പണം ഉണ്ടാക്കുന്ന ഈ പണം നിനക്ക് ഉതകൂല. നീ തോനനാള് മുന്നോട്ട് പോകൂല, അത് ഉറപ്പാണ്. ഇവൾ അപരാധം കാണിക്കുന്ന പണം എന്ത് ചെയ്യും എന്നാണ് മീഡിയ ചോദിക്കുന്നത്. അതിന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലഭിക്കുന്ന പൈസ എന്തെങ്കിലും ചാരിറ്റി അങ്ങനെയെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ഈ തള്ള സബ്സ്ക്രിപ്ഷനിൽ തുണി ഉരിഞ്ഞ് മാറ്റി വയ്ക്കുന്ന പണം, അതായത് കുട്ടന്മാരെയും മണിക്കുട്ടന്മാരെയൊക്കെ വിളിച്ച് ഉണ്ടാക്കുന്ന പണം ഈ സ്ത്രീ ചാരിറ്റി ചെയ്യാൻ പോവേണു. ദിവസമാണ്, അതായത് ജൂൺ 5-ന് ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല എന്നും കൂടെ പറയാണ്. ചടങ്ങൊന്നുമില്ല, കാരണം 3-ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. നമ്മൾ പോയി സുധിച്ചേട്ടൻ്റെ മരണദിനം ജൂൺ 5-ന് കുറച്ച് ദിവസം മുമ്പ് അവൾക്ക് ഡേറ്റ് ഒന്നും അറിഞ്ഞുകൂടെയിരുന്നു കേട്ടാ. അത് ഇവള് മൊത്തത്തിൽ ജനങ്ങൾ ഇവളെ കളിയാക്കി. ഇവക്ക് സുധി മരിച്ച ഡേറ്റ് അറിഞ്ഞൂടാ. സൂച്ചേട്ടാ എന്ന് വിളിച്ച് ഇവള് ഫോട്ടോയും എടുത്ത് ഇവള് മുത്തി നക്കി ഇവള് നടക്കുമായിരുന്നു. എന്തിനാണ്? ഇവക്ക് വൈറലാവാൻ വേണ്ടി, അല്ലെങ്കിലും നെഗറ്റീവിലൂടെ വൈറലായി അത്യാവശ്യം. അപ്പോൾ അവൾക്ക് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഇവള് പല കോപ്രായങ്ങളും കാണിച്ചു. ഒരു ചരമദിനത്തിന് അവിടെ ആഘോഷം നടന്നു. പെരേരയൊക്കെ വിളിച്ച്, അങ്ങനെയുള്ള എവളെ അതേ ലെവലിൽ നിൽക്കണവരെയല്ലേ അവൾ വിളിക്കുള്ളൂ. അങ്ങനെയുള്ളവരെ വിളിച്ചു. പഴംപൊരി ദാസനും കുറേ കോഴികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഈ പെരേരയെ വിളിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കുകയാണ്. ഡാൻസ് കളിപ്പിച്ചിട്ട് ഇവള് കൈയടിക്കുന്നു. ഇവള് കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പെരേരയും ഡാൻസ് കളിക്കുന്നു, കൈയടിക്കുന്നു. ഒരു ഭർത്താവിൻ്റെ ചരമവാർഷികവും കണ്ട് ആഘോഷിക്കുന്നതാണ്. തിരികത്തിച്ചു പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല, നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കുക എന്നാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ചിലപ്പോൾ ഞാനൊന്ന് പുറത്തു പോകുമായിരിക്കും, ഒരു ചിലപ്പോൾ. അയ്യോ, അനാഥാലയത്തിലെ കുട്ടികൾക്ക് തുണി അഴിച്ചിട്ട് ഉണ്ടാക്കിയ പണം അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പോകുന്നു. ഇത് ജനങ്ങൾ തടയണം. ഇങ്ങനെയുള്ള പണം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ പണം, ഈ വൃത്തികെട്ട രീതിക്ക് ഉണ്ടാക്കിയ പണം എവളെ കുടുംബവും തിന്നണത് പോട്ടെ, അതൊക്കെ അങ്ങനെ തിന്നു കിടക്കണതാണ്, അത് പോട്ടെ. അതുകൊണ്ടാണല്ലോ വീട്ടിലുള്ളവർ വിലക്കാത്തത്. ഈ തെണ്ടിത്തരം, ഈ ഇത്രയും അപരാധം കാണിക്കുമ്പം വീട്ടിലുള്ളവർ വിലക്കാത്തത്. ഇങ്ങനെയുള്ള പണം മതി, ഇങ്ങനെയുള്ള പണം നീ കൊണ്ടുവാ, ഞങ്ങളെല്ലാം കണ്ട് അപ്പുറത്തെ റൂമിലിരുന്ന് കൈയടിച്ച് ആസ്വദിക്കാം എന്ന് പറയുന്ന കുടുംബമാണല്ലോ. അതുകൊണ്ടാണല്ലോ മോളെ ഇത് അല്ലാത്ത രീതിക്ക് പോവരുത്, നമുക്ക് ആവശ്യത്തിലധികം ഉണ്ട്. ശരിയാണ്, നീ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമാ, നീ നാടകമോ, നീ എന്തെല്ലാം അഭിനയിച്ചോ, നീ മാന്യമായ രീതിക്ക് അഭിനയിച്ചോ എന്ന് പറയൂലേ. ഇത് അല്ലാതെ ഉള്ള രീതിക്ക് എവക്ക് കിട്ടുന്ന പണം കൊണ്ടുവന്ന് ഇനി അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകും. ആ കുട്ടികളാ കാര്യം അധോഗതിയായി. ഇനി അവിടെ എന്താണോ ആവോ സംഭവിക്കാൻ പോണത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും, മക്കളെ വിടും. ഞാൻ എവിടെ ആയിരുന്നാലും സ്വിച്ചിന് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഏത് മക്കള് കിച്ചു പോയി, നിന്റെ ശല്യം സഹിക്ക വയ്യാതെ കിച്ചു പോയി. പിന്നെ ഋതപ്പനെയും ചേട്ടത്തീരെ 2 മക്കളെ ആയിരിക്കും മക്കളെ വിടുമെന്ന് പറയുന്നത്. ആ അച്ഛനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിച്ചുവിൻ്റെ നാട്ടിൽ, അതായത് സുധീര കൊല്ലത്ത് സുധിയെ അടക്കണം എന്നുള്ളത്. സുധീര അമ്മയ്ക്കും അതുപോലെ സുധീര വീട്ടിലുള്ള സഹോദരങ്ങൾക്കായിരുന്നാലും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, കിച്ചുവിനും എല്ലാവർക്കും. അവരിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് തങ്കച്ചനും നിൻ്റെ ചേട്ടത്തീരെ ഭർത്താവും എല്ലാം കൂടെ അവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ആചാരപ്രകാരം കൊണ്ടുവന്ന് അവിടെ അടക്കി.
ഒരു മകനെ മരിച്ചിട്ട് പോലും ആ മകനെ വിട്ടുകൊടുക്കാത്ത സ്ത്രീയെ നീയും നിൻ്റെ കുടുംബവും വിട്ടുകൊടുത്താ ഇല്ലല്ലോ. പിന്നെ ആ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ട്. ആ സുധീര അമ്മയ്ക്കും അങ്ങനെയാണ്, അവരെ കുടുംബക്കാർക്കും അങ്ങനെയാണ്. ആ പാവപ്പെട്ട മനുഷ്യന് ആ ഒരു മകനെ വിട്ടുകൊടുത്തില്ലല്ലോ. നീയൊക്കെ പിടിച്ചങ്ങ് വെച്ചില്ലേ, നീയൊക്കെ നിൻ്റെ പരിധിയിൽ വരുത്തിയതിന് ശേഷം നീയൊക്കെ അതും അയാളെ അവിടെ അങ്ങോട്ടങ്ങ് കുഴിച്ചിട്ടു, അത്ര തന്നെ. ഇവൾക്ക് 20 വയസ്സായ പയ്യനെ മതി എന്ന് പറഞ്ഞതിന് ഇപ്പം നമുക്ക് ഇവൾ പറയുന്നതിനോട് യോജിച്ച് പോവാം മുന്നോട്ട്. ഹനാൻ പറഞ്ഞത് എത്ര വാസ്തവമായ കാര്യമാണ്. ഇവൾ 20 വയസ്സായ ഏതോ ഒരു പയ്യനുമായിട്ട് റിലേഷനായിരുന്നു. അതിൽ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായത് എത്ര കറക്റ്റ് കാര്യമാണ്. ഇപ്പം വീണ്ടും ഇവൾ പറയുന്ന ഇവക്ക് 20 വയസ്സായ പയ്യന് മതിയെന്ന്. ആ കിച്ചു എന്തായാലും അവൻ പോയി രക്ഷപ്പെടട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം കിച്ചു എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും, അതൊന്ന് കാണാം. തുടങ്ങും മോനെ, എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. ജനങ്ങളെല്ലാം മോനൊപ്പമാണ്. അല്ലാതെ നിൻ്റെ അമ്മ തുണി പറിച്ച് വലിച്ചെറിഞ്ഞ് കാണിച്ചു കൊടുക്കും കണക്കല്ല. അവൾ പല കോലങ്ങളും അവൾ കാണിക്കും. നല്ല കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകൾ തുടങ്ങും. പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മുടെ പുതിയ ടീഷർട്ടിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കാണിക്കാം. അമ്മ തുണി വലിച്ചു പറിച്ച് ശരീരം പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്നു. മകൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്നു. മിടുക്കനാണ് നീ, മിടുക്കനാണ് മോനെ നീ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക.